ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഇവിടെയുള്ള കണ്ടൽക്കാടുകളുടെ അല്ലെങ്കിൽ ഇവിടെയുള്ള സസ്യങ്ങളുടെ പേരും അതുപോലെ തന്നെ അതിൻ്റെ ഫോട്ടോസൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഫ്രണ്ട്സ്, അപ്പോൾ എന്തായാലും നമുക്ക് ഈ വാച്ച് ടവറിലൊന്ന് കയറി നോക്കാം. ഓക്കെ, എന്നിട്ട് എൻ്റെ മേളിൽ നിന്നുള്ള ആ ഒരു വ്യൂ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. ചെറിയായിട്ട് പേടിയാകുന്നുണ്ട് കേട്ടോ, കാരണം എൻ്റെ ഇവിടുത്തെ പലകളും തടിയൊക്കെ കണ്ടിട്ട് അത്യാവശ്യം നല്ല പഴക്കമുണ്ടെന്ന് തോന്നുന്നു. ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ തമ്പനയിൽ കണ്ട പോലെ നമ്മുടെ മംഗളവനം ബേർഡ് സാഞ്ചുറിയുടെ വിശേഷങ്ങളാണ്. അപ്പോൾ കൊച്ചിയുടെ ശ്വാസകോശം എന്നൊക്കെ അറിയപ്പെടുന്ന നമ്മുടെ മംഗളവനം ബേർഡ് സാഞ്ചുറി. ഞാനിപ്പോൾ ശരിക്കും നിൽക്കുന്നത് നമ്മുടെ കേരള ഹൈക്കോർട്ടിൻ്റെ പുറകു സൈഡിലായിട്ടാണ്. കേരള ഹൈക്കോടതിയുടെ ബാക്ക് സൈഡിലാണ് ഈ ഒരു മംഗളവനം ബേർഡ് സാഞ്ചുറി സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ കാണുന്ന ഈ ഒരു ഏരിയ ഫുള്ള് ആ ഒരു മംഗളവനത്തിൻ്റെ ഒരു ഏരിയ ആണ്. അപ്പോൾ എന്തായാലും നമുക്ക് മംഗളവനത്തിലേക്ക് പോകാം, അവിടുത്തെ കാഴ്ചകൾ കാണാം. ഓക്കെ, അപ്പോൾ നേരെ വീഡിയോയിലേക്ക്. അപ്പോൾ നമ്മുടെ ഹൈക്കോടതിയുടെ ഫ്രണ്ടിൽ നിന്ന് നേരെ കിടക്കുന്ന പുറയിലേക്ക് കിടക്കുന്ന വഴി വന്നിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് ബോർഡ് കാണാൻ സാധിക്കും. മംഗളവനം ബേർഡ് സാഞ്ചുറി എന്നൊക്കെ പറഞ്ഞ് ബോർഡ് കാണാൻ സാധിക്കും. അപ്പോൾ ആ ഒരു വഴി കൂടെ നമ്മൾ നേരെ ഇങ്ങ് വന്നാൽ മതി നമ്മുടെ പക്ഷിസങ്കേതത്തിലേക്ക്. അപ്പോൾ എന്നാലും നമുക്ക് നേരെ അങ്ങോട്ട് പോകാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളങ്ങനെ മംഗളവനം ബേർഡ് സാഞ്ചുറിയുടെ മുന്നിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ ഭയങ്കര ചീവീടിൻ്റെയൊക്കെ സൗണ്ടാണ് കേട്ടോ. ഒരു കാട്ടിൽ ചെന്ന പോലത്തെ ഒരു ഫീലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇവിടെ മംഗളവനം ബേർഡ് സാഞ്ചുറി എന്ന് പറഞ്ഞ് ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. ടൈം 10 AM to 5 PM എന്ന് കൊടുത്തിട്ടുണ്ട്. സോഷ്യൽ ഫോറസ്ട്രി സെൻട്രൽ റീജിയൻ എറണാകുളം എന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കേരള ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് ഡിപ്പാർട്ട്മെൻറ്റ് നേച്ചർ സ്റ്റഡി സെൻറ്റർ കാലടി. ഓക്കെ, അപ്പോൾ ഇത് ഇപ്പം നിലവിലുള്ളത് നമ്മുടെ കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അണ്ടറിലാണെന്നാണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഇതിൻ്റെ ഉള്ളിലേക്ക് പോകാം. പിന്നെ ഇത് കണ്ടൽക്കാടുകളാണ്, നമ്മൾ ആ കാണുന്നത് ഫുള്ള് കണ്ടൽക്കാടുകളാണ്. അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് കുറേ കാഴ്ചകൾ കാണാനുണ്ട്. അപ്പോൾ ഇവിടെയായിട്ട് വെൽക്കം ടു മംഗളവനം ബേർഡ് സാഞ്ചുറി എന്ന് പറഞ്ഞുകൊണ്ടൊരു ബോർഡ് നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഇവിടെയായിട്ട് വേറൊരു ബോർഡും കൂടെ ഉണ്ട്, മംഗളവനം ബേർഡ് സാഞ്ചുറി. ഇവിടെ ഇവിടെ എന്തൊക്കെയാണ് ഉള്ളത് അല്ലെ ഉണ്ടായിരുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഇതാണ് കാണിക്കുന്നതെന്ന് തോന്നുന്നു. പ്ലാന്റ്സ്, അതുപോലെ തന്നെ സ്പൈഡേഴ്സ്, ബട്ടർഫ്ലൈസ്, ഫിഷസ്, ആംബിബിയൻസ്, റെപ്റ്റൈൽസ്, ബേർഡ്സ്, മാമൽസ്. അപ്പം ഇത്ര ഐറ്റംസ് ഇവിടെ ഉണ്ടെന്നാണ് കാണിക്കുന്നത്. എന്തൊക്കെ ഇപ്പോൾ നിലവിലുണ്ടെന്നുള്ളത് നമ്മൾ ചെന്ന് കാണണം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാട്ടിലൊക്കെ ചെന്ന് നിൽക്കുന്ന ഒരു ഫീലാണ് നമുക്ക് കിട്ടുന്നത്. ചുറ്റും പച്ചപ്പാണ്, ചുറ്റും മരങ്ങൾ, അതുപോലെ കിളികളുടെയൊക്കെ സൗണ്ടും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എന്നാലും നമുക്ക് ഉള്ളിലേക്ക് ഒന്ന് പോയി നോക്കാം. അപ്പോൾ ഇവിടെ വരുമ്പോൾ നമ്മൾ ടിക്കറ്റ് എടുക്കണം കേട്ടോ. ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് 10 രൂപയാണ് നമുക്ക് ഒരാൾക്ക് ചാർജ് വരുന്നത്. ഇവിടെ ഒരു ബിൽഡിംഗ് ഒക്കെ കാണാൻ പറ്റും. ഇതൊരു ഫോറസ്റ്റിൻ്റെ അണ്ടറിലുള്ളൊരു ബിൽഡിംഗ് ആണ്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ മരങ്ങളൊക്കെ, അതായത് മരങ്ങളുടെ പേര് നമുക്കിവിടെ ഓരോ മരത്തിലും കൊടുത്തിട്ടുണ്ട്. ആര്യവേപ്പ്, അതുപോലെ യൂക്കാലിസ് എന്നൊക്കെ പറഞ്ഞ് മരത്തിൻ്റെ പേര് നമുക്കിവിടെ കാണാൻ സാധിക്കും. പേരാല് ഉണ്ടോ. പിന്നെ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും നമുക്കിവിടെ ഒരു ശ്രീബുദ്ധൻ്റെ ഒരു ശില്പം നമുക്ക് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കാണാനായിട്ട് പറ്റും. പിന്നെ ഇവിടെ നമുക്ക് നാൽപ്പാമരം കാണാൻ സാധിക്കും. നാൽപ്പാമരം എന്ന് പറഞ്ഞാൽ അത്തി, ഇത്തി, തേരാല്, അരയാല്. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് നേരെ വന്നിട്ട് അതെങ്ങനെയാണ് ഇതിൻ്റെ വഴി കിടക്കുന്നത്. നേരെ ഫ്രണ്ടിലേക്ക് പോയി കഴിഞ്ഞാൽ അതിലൊരു നടപ്പാത പോലെ ഉണ്ട്. അതിന് ചുറ്റും കാടാണ് കേട്ടോ, ചുറ്റും മരങ്ങളാണ്. പിന്നെ ഇവിടെ ഇരിക്കാൻ വേണ്ടി, റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ബെഞ്ച് പോലെയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇങ്ങോട്ട് ഇതിൻ്റെ അകത്തേക്ക് ഓരോ സൈഡിലായിട്ട് നമ്മൾ വരുമ്പോഴത്തേക്ക് ഇവിടെ ഓരോ പക്ഷികളുടെ, അതായത് ഇവിടെ ഉള്ളതാണോന്ന് അറിയത്തില്ല, ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്. ഇതുണ്ടോ, നാട്ടു ബുൾബുൾ എന്നൊക്കെ പറഞ്ഞ് കാണാൻ പറ്റും. ഇതൊക്കെ ഇവിടെ ഉള്ളതാണോ എന്ന് അറിയത്തില്ല. ഇപ്പോൾ നിങ്ങൾക്ക് എൻ്റെ പുറകിലായിട്ട് ഒരു വാച്ച് ടവർ കാണാൻ സാധിക്കും. അതായത് ഇവിടെ ഒരു വ്യൂ പോയിൻ്റ് പോലെ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നതാണ് ഒരു വാച്ച് ടവർ. അപ്പോൾ നമുക്ക് എന്നാലും ആ വാച്ച് ടവറിലൊന്ന് കയറാം. ഇവിടുത്തെ കാഴ്ചകളൊന്ന് കണ്ടിട്ട് നമുക്ക് ആ വാച്ച് ടവറിലൊന്ന് കയറി അവിടുത്തെ വ്യൂവും കൂടെ ഒന്ന് കാണാം കേട്ടോ. അപ്പോൾ വാച്ച് ടവറിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കൂടെ നമുക്ക് കുറച്ച് നടക്കാൻ വേണ്ടിയിട്ടുള്ളൊരു വഴിയുണ്ട്. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് കാണാനുള്ളത് നോക്കാം. അതെ, ഇവിടെ ഒരു കെട്ടിടമൊക്കെ ഉണ്ടല്ലോ, ഇല്ലിയൊക്കെ വെച്ച് മറിച്ചൊരു കെട്ടിടമൊക്കെ കാണാൻ പറ്റും. എന്താണെന്ന് അറിയില്ല. അതുപോലെ അവിടെയും പിന്നെ ടോയ്ലറ്റ് ഫെസിലിറ്റി ഉണ്ട് കേട്ടോ. അതെന്തായാലും നല്ലൊരു കാര്യമാണ്. പിന്നെ ഓരോ കിളികളുടെയൊക്കെ നല്ല സൗണ്ട് കേൾക്കാം കേട്ടോ. ശരിക്കും ഒരു ഉൾവനത്തിൽ ചെന്ന ഒരു ഫീലാണ്.
ശരിക്കും കിളികളുടെയും അതുപോലെ ചീവീടിൻ്റെയൊക്കെ ഒരു സൗണ്ടാണ് ഇവിടെ നിൽക്കുമ്പോൾ കേൾക്കാൻ പറ്റുന്നത്. ശരിക്കും പറഞ്ഞാൽ നല്ലൊരു വൈബാണ്. കാരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ ചെറിയൊരു തണുത്ത ഒരു അന്തരീക്ഷമാണ്. മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ, തണലൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഒത്തിരി ചൂടൊന്നും ഫീൽ ചെയ്യത്തില്ല. എന്തായാലും ഒന്ന് ഫാമിലിയൊക്കെ ആയിട്ട് അല്ലെങ്കിൽ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഒന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലം തന്നെയാണ്. ഓക്കെ, ഇതുണ്ടോ ചുറ്റും നല്ല അടിപൊളി കാഴ്ചകളാണ്. അപ്പോൾ നമുക്കിത് ഇതുവഴി ജസ്റ്റ് അപ്പുറത്തുനിന്ന് പോയി നോക്കാം കേട്ടോ. പിന്നെ ഇത് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഇവിടെ കുറേ തവളകളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ബേർഡ് സാഞ്ചുറി നിലവിൽ വന്നത് 2004 അതുപോലെ ഇതിൻ്റെ ഒരു ഏരിയ, അതായത് മംഗളവനത്തിൻ്റെ ഒരു ഏരിയ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ 2.7 ഹെക്ടറാണ് ടോട്ടൽ ഏരിയ വരുന്നത്. പിന്നെ ഈ ഒരു മംഗളവനം നമ്മുടെ കൊച്ചി കായലുമായിട്ട് ഒരു കനാൽ വഴി ബന്ധപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് പക്ഷികളെക്കാൾ കൂടുതൽ വാവലുകളാണ് കേട്ടോ. കടവാവലുകൾ കുറേ തൂങ്ങിക്കിടപ്പുണ്ട്. അല്ലാതെ പക്ഷികളൊന്നും നമുക്ക് കൂടുതലായിട്ട് ഇവിടെ കാണാനില്ല. വാവലാണ് ഇവിടെ കൂടുതലും ഉള്ളത്. ഇഷ്ടം പോലെ വാവലാട്ടോ, ഒരു രക്ഷയില്ല. എന്താണ് നമുക്ക് തിരിച്ച് അങ്ങോട്ട് പോവാം, നമ്മുടെ വാച്ച് ടവറിന് അങ്ങോട്ട് പോവാം. അപ്പോൾ ഈ ഒരു വാച്ച് ടവറിൻ്റെ മുന്നിലായിട്ട് നമുക്കൊരു ബോർഡ്, ചെറിയൊരു അറിയിപ്പ് വെച്ചിട്ടുണ്ട്. വാച്ച് ടവറിൽ ഒരേ സമയം 2 പേർക്ക് മാത്രമേ കയറാവുള്ളൂ എന്ന്, പ്രവേശനമുള്ളൂ എന്ന് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വാച്ച് ടവറിൽ ഒരുപാട് ആൾക്കാരുണ്ട്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് കയറാമെന്ന് വെച്ചു. അപ്പോൾ 2 പേർക്ക് ഒരേ സമയം കയറാവുള്ളൂ എന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഒത്തിരി ആളുകൾ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പ്രശ്നമാവും. അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് വാച്ച് ടവറിൽ കയറാം കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇവിടെ വൈവിധ്യമാർന്ന ഒരുപാട് പക്ഷികളെയും ഒക്കെ കാണാൻ പറ്റുമെന്ന് ഓർത്താണ് ഞാൻ വന്നത്. പക്ഷേ അതിന് മാത്രമുള്ള സംഭവങ്ങളൊന്നും ഇവിടെ ഇല്ല. പക്ഷേ എന്നാലും ഈ ഒരു ഏരിയ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് അത്യാവശ്യം നന്നായിട്ട് തന്നെ നോക്കുന്നുണ്ട്. എന്താണെന്നറിയില്ല, ഒരുപാട് പക്ഷികളൊന്നും കാണാനില്ല. ശരിക്കും പറഞ്ഞാൽ കുറേ വാവൽ മാത്രമേ ഇവിടെ കാണാനുള്ളൂ. പിന്നെ ചില കിളികൾ, ചില കുറച്ച് പക്ഷികൾ, അതുപോലെ കുറേ സസ്യങ്ങൾ കാണാനുണ്ട് കേട്ടോ. അതെന്താണെങ്കിലും പറയേണ്ട കാര്യമാണ്. കുറേ വെറൈറ്റി ആയിട്ടുള്ള വൃക്ഷങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതെന്താണെങ്കിലും നല്ലൊരു കാര്യമാണ്. അതൊക്കെ ഇവർ നന്നായിട്ട് തന്നെ പരിപാലിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ നമ്മളെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും നമുക്കിവിടെ ഉള്ള കണ്ടൽക്കാടുകളുടെ അല്ലെങ്കിൽ ഇവിടെയുള്ള സസ്യങ്ങളുടെ പേരും അതുപോലെ തന്നെ അതിൻ്റെ ഫോട്ടോസൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഇതേ പല വെറൈറ്റി ആയിട്ടുള്ള കുറേ കണ്ടൽക്കാടുകൾ നമുക്കിവിടെ ഉണ്ടെന്നാണ് കാണിക്കുന്നത്. ഉപ്പട്ടി, അതുപോലെ പ്രാന്തൻ കണ്ടൽ, കുറ്റിക്കണ്ടൽ, പേനക്കണ്ടൽ, പൂക്കണ്ടൽ, ചുള്ളിക്കണ്ടൽ എന്നൊക്കെ പറഞ്ഞു. രസമുണ്ട് കേട്ടോ, പേരുകളൊക്കെ നല്ല രസമുണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ എന്തായാലും നമുക്ക് ഈ വാച്ച് ടവറിലൊന്ന് കയറി നോക്കാം. ഓക്കെ, എന്നിട്ട് ഇതിൻ്റെ മേളിൽ നിന്നുള്ള ആ ഒരു വ്യൂ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. ഇത് ഇരുമ്പിൻ്റെ പടികളുണ്ട്. ഇത് ശരിക്കും നിർമ്മിച്ചിരിക്കുന്നത് മരത്തിൻ്റെ തൂണുകൾ, ഒരു 4 മരത്തിൻ്റെ തൂണുകൾ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇരുമ്പിൻ്റെ സ്റ്റെപ്പും, അതുപോലെ തന്നെ ഇരുമ്പിൻ്റെ 4 തൂണുകളാണ് ഇത് നിൽക്കുന്നത് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ എന്തായാലും ഒന്ന് മേളിൽ കയറി നോക്കാം എന്താണ് ഇവിടുത്തെ വ്യൂ എന്നുള്ള കാര്യങ്ങളൊക്കെ. ശരിക്കും ചെറിയായിട്ട് പേടിയാകുന്നുണ്ട് കേട്ടോ. കാരണം എൻ്റെ ഇവിടുത്തെ പലകളും തടിയൊക്കെ കണ്ടിട്ട് അത്യാവശ്യം നല്ല പഴക്കമുണ്ടെന്ന് തോന്നുന്നു. ശരിക്കും പറഞ്ഞാൽ ഇതെന്തോ ഓലയൊക്കെ വെച്ച് മേഞ്ഞിട്ടുള്ളതായിരുന്നു പണ്ട്. പക്ഷേ ഇതെല്ലാം കാലപ്പഴക്കം ചെന്ന് ഇതെല്ലാം പോയി. ഇത് മേളിൽ ഓലയൊന്നും ഇല്ല ഇപ്പം. കുറേ ഒരു ഇല്ലിയുടെ ഇത് മാത്രമേ ഉള്ളൂ, ഒരു മേൽക്കൂര മാത്രമേ കാണുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ എന്നാണല്ലോ ഇവിടുത്തെ കാഴ്ചകൾ ഇതുണ്ടോ, നല്ലൊരു രസമുണ്ട് ഇവിടുത്തെ കാഴ്ചകൾ കാണാനായിട്ട്. ഈ കാണുന്നത് ഫുള്ള് കണ്ടൽക്കാടുകളും അതുപോലെ തന്നെ മരങ്ങളുമാണ്. പലതരത്തിലുള്ള വൃക്ഷങ്ങൾ, സസ്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ കാണുന്നത്. അപ്പോൾ അങ്ങോട്ട് കാണുന്നുണ്ടോ, അങ്ങ് ദൂരെ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എന്താണ് ക്യൂൻസ് വോക്ക് വേ ഒക്കെ പോകുന്ന ആ ഒരു വഴിയിൽ, ആ ഒരു വഴി പോകുന്ന വഴിയൊക്കെയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അതൊക്കെ കാണുന്നത് പറഞ്ഞാൽ മരങ്ങളാണ് കേട്ടോ, ശരിക്കും മരങ്ങളാണ്. പിന്നെ ഇവിടെ നിന്ന് ഈ കാഴ്ച നല്ല രസമുണ്ട്. അത്യാവശ്യം നല്ലൊരു വ്യൂ ആണ് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നത്. പിന്നെ ഇവിടെ പനയൊക്കെ കാണാൻ സാധിക്കും. ഈ കാണുന്നതൊക്കെ പനയൊക്കെയാണ്. പിന്നെ ഇത് നമ്മുടെ കുറച്ച് തമിഴ്നാട്ടിൽ നിന്നുള്ള കുറച്ച് ഫ്രണ്ട്സ് വന്നിട്ടുണ്ട്. പ്ലേസ് എങ്കിലായിരുന്നു മധുര അല്ലേ? ഓക്കെ, മധുരയിൽ നിന്ന് വന്നാണ്. കൊച്ചി കാണാൻ വന്നാ, വിസിറ്റിങ്ങിന് വന്നാ? ഓക്കെ, ഹായ് എപ്പടി ഇருக்கு എന്താ മംഗളവനം? സൂപ്പറാக இருக்குல்ல. അപ്പം ഇത്രയും കാഴ്ചകളൊക്കെയാണ് നമുക്കിവിടെ കാണാനുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ ഒത്തിരി പേര് നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ പ്രശ്നമാകാൻ ചാൻസ് ഉണ്ട്. കാരണം ഒത്തിരി വെയിറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നമാകാൻ ചാൻസ് ഉണ്ട്. ഇത് തടിയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് താഴോട്ട് പോകാം. ഇത് സ്റ്റെപ്പൊക്കെ കണ്ടിട്ട് പേടിയാവും. ഒരുപാട് ആൾക്കാർ കയറി കഴിയുമ്പോഴത്തേക്ക് ഇത് ആടുന്നുണ്ട്.
അപ്പോൾ എന്നാലും ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഈ മംഗളവനത്തിൻ്റെ കാഴ്ചകൾ. നമ്മളെന്നാൾ ഇവിടുന്ന് പോവുകയാണ്. എന്നാലും കൊള്ളാം, നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഇവിടെ ഭയങ്കര സൗണ്ടാണ് കേട്ടോ, ഞാൻ പുറത്തിറങ്ങിയിട്ട് പറയാൻ ബാക്കി. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളങ്ങനെ മംഗളവനത്തിൻ്റെ പുറത്തിറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും കാഴ്ചകളൊക്കെയാണ് ഇവിടെ കാണാനുള്ളത്. ഒരു കാര്യം പറയാൻ വിട്ടുപോയി, നല്ല കൊതുകാണ് കേട്ടോ, ഒരു രക്ഷയില്ലാത്ത കൊതുകടിയാണ് ചുറ്റും. നമ്മളിവിടെ നിന്ന് കഴിയുമ്പോഴത്തേക്കും കൊതുക് അങ്ങ് പൊതിയുവാണ്. എന്നാലും അത്യാവശ്യം ഒന്ന് വന്ന് കാണാനുള്ള ഒരു സ്ഥലമുണ്ട്, അത്യാവശ്യം ഒന്ന് കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ്. ഇവിടെ താങ്ക്സ് ടു വിസിറ്റ് മംഗളവനം എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഫ്രണ്ട്സ്, അപ്പോൾ എന്തായാലും ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ മംഗളവനത്തിൻ്റെ കാഴ്ചകളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത് നമ്മുടെ വാഹനങ്ങളുടെ റിവ്യൂസ്, അതുപോലെ നമ്മുടെ ട്രാവൽ വ്ളോഗ്സൊക്കെയാണ്. അപ്പോൾ എന്താണെങ്കിലും കൊച്ചിയിൽ വന്നു കഴിഞ്ഞാൽ കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ് നമ്മുടെ മംഗളവനം. അത്യാവശ്യം നല്ലൊരു വൈബുള്ളൊരു സ്ഥലം തന്നെയാണ്. പലതരത്തിലുള്ള സസ്യങ്ങളും അതുപോലെ തന്നെ പലതരത്തിലുള്ള വൃക്ഷങ്ങൾ, പിന്നെ കുറച്ച് പക്ഷികളെയും അതുപോലെ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.